ഓൾ ഡേ പിറന്നാളൊക്കെ കഴിഞ്ഞപ്പോൾ വിചാരിച്ചു അങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു മലേഷ്യ സിംഗപ്പൂർ യാത്ര വന്നത്. ഒന്നും ചിന്തിച്ചില്ല, മോളെയും മോനെയും കൂടെ എടുത്തിട്ട് പെട്ടെന്ന് എണ്ണട്ടി എല്ലാം പാക്ക് ചെയ്ത് അടുത്ത ദിവസം തന്നെ ഞാൻ ഇറങ്ങി. കാരണം ജീവിതത്തിൽ നമ്മൾക്കൊന്നും ഇല്ല എന്ന് വരുന്നൊരു സിറ്റുവേഷനുണ്ട്. നമ്മൾ എന്തൊക്കെയാണോ പ്ലാൻ ചെയ്യുന്നതനുസരിച്ചല്ല നമ്മളെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കുറേ കഴിയുമ്പോൾ തന്നെ നമുക്കത് യാഥാർത്ഥ്യം മനസ്സിലായി തുടങ്ങും. യാഥാർത്ഥ്യം മനസ്സിലായി തുടങ്ങുമ്പോൾ പിന്നെ നമുക്ക് അറിയാം നമ്മുടെ ജീവിതത്തിൽ ഇനി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതൊന്നും നടക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ വരുന്ന ഇതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. എന്നെ സംബന്ധിച്ച് എൻ്റെ മോൾക്ക് എത്രത്തോളം സന്തോഷമായിട്ട് അവളെ ഇരുത്താൻ പറ്റുമോ, അവൾ എത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നോ അത്രയും കൂടുതൽ അവൾ എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. കാരണം ഡോക്ടർമാർ വിധി എഴുതിയ 3 മാസവും 6 മാസവും പോയിട്ട് 6 വർഷം ഞാൻ അവളെ കൊണ്ടു നടന്നു. അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ അവൾ എൻ്റെ കൂടെ മുന്നോട്ട് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. പക്ഷേ എനിക്ക് വേറെ ഇനിയിപ്പോൾ ഒന്നിനെക്കുറിച്ചുള്ളൊരു ചിന്തകളോ ഒന്നുമില്ല. എൻ്റെ ലൈഫ് അവൾക്ക് വേണ്ടിയായിട്ട് ഞാൻ ഒഴിഞ്ഞു വെച്ചിട്ട് അവളെ കൊണ്ട് മാക്സിമം സന്തോഷകരമായിട്ട് കൊണ്ടുപോവുക. യാത്രകൾ നല്ല സന്തോഷവും മനസ്സിന് കുളിർമയും നമുക്ക് തരും. എത്രത്തോളം നമുക്ക് പലതും കാണാൻ പറ്റുന്നതനുസരിച്ച് നമ്മുടെ സന്തോഷവും നമ്മുടെ ശാരീരികാവസ്ഥയും നമ്മുടെ മാനസികാവസ്ഥയും കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഞങ്ങൾ മലേഷ്യയിൽ ഫസ്റ്റ് പോയത്. മലേഷ്യയിൽ പോയി ട്വിൻ ടവറും എല്ലാം അവിടെ എന്തൊക്കെ കാണാൻ കഴിയുന്നു അതെല്ലാം കണ്ടു. ചൈനീസ് ബസാർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കണ്ടു. നെക്സ്റ്റ് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ സിംഗപ്പൂരിലേക്ക് വച്ച് പിടിച്ചു. ഇനി ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷകരമായിട്ടിരിക്കാൻ പറ്റുന്നു, യാത്രകൾ കൊണ്ട് സന്തോഷകരമാണെങ്കിൽ പണ്ടത്തെ കാലമെല്ലാം മാറി. നമുക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാം. ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും. ഞാനും ഈ 2 മക്കളും കൂടിയാണ് എല്ലാ സ്ഥലത്തും ഒറ്റയ്ക്ക് പോകുന്നത്. കാരണം എനിക്കെല്ലാം അറിയാം. ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും എനിക്കെല്ലാം അറിയാം. എവിടെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് എൻ്റെ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് എനിക്ക് നല്ലോണം അറിയാം. കാരണം നമ്മുടെ സാഹചര്യങ്ങളാണ് നമ്മളെ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇന്നത്തെ കാലത്ത് ആർക്കും പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഏത് രാജ്യത്തും സേഫാണ്. നമുക്ക് സുഖമായിട്ട് പോയിട്ട് സുഖമായിട്ട് തിരിച്ചു വരാം. പണ്ട് 50 വയസ്സ് കഴിഞ്ഞാൽ വീട്ടിന് പുറത്തിറങ്ങാൻ പാടില്ല, രാമരാമ പറഞ്ഞ് വീട്ടിനകത്ത് തിരുത്തോണം, കൊച്ചുമക്കളെയും നോക്കിക്കൊണ്ടിരിക്കണം. ആ കാലം എല്ലാം മാറി. ഇന്ന് മനുഷ്യന് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് 50 വയസ്സ് കഴിയുമ്പോഴാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി വീട്ടിൽ കയറി ഇരിക്കാതെ പറ്റുന്ന സ്ഥലങ്ങളിൽ കറങ്ങുക, കാണുക, നിങ്ങളുടെ സന്തോഷം നിങ്ങളിൽ കണ്ടെത്തുക. നമ്മൾ കുറേ സ്വത്തുണ്ടാക്കി മക്കൾക്ക് കൂട്ടി വെച്ചിട്ട് ഈ സ്വത്തുണ്ടാക്കി വെച്ചിരുന്ന അച്ഛനെ അമ്മയെ അടിച്ച് ഗേറ്റിന് വെളിയിൽ പുറത്തിറക്കിയ ശേഷം അവർ പട്ടിണിയും പരിവട്ടവുമായിട്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്ന നമ്മൾ പലതും ഇപ്പോൾ TV കാണുന്നുണ്ട്. ദൈവത്തെ ഓർത്ത് മക്കളെ പഠിപ്പിച്ച് വിടുക. അവർ സമ്പാദിക്കട്ടെ, അവരെ ആവശ്യത്തിനുള്ള നമ്മുടെ ആ ഒരു 17-19 കാലമൊക്കെ പോയി. ഇപ്പോഴത്തെ പിള്ളേർക്ക് നമ്മുടെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ ചുമതല പഠിപ്പിക്കുക എന്നത് മാത്രം. പഠിപ്പിക്കുക, ജോലി കിട്ടുക, അവരവരെ വഴി തേട്ടുക. നമ്മൾ കുറേ സമ്പാദിച്ചു വെച്ചെന്ന് പറഞ്ഞാൽ അതൊന്നും നോക്കാൻ നമ്മുടെ കൂടെ അവർ കാണുന്നു, അവർ നമ്മളെ നോക്കുമെന്നോ നമ്മളൊന്നും പ്രതീക്ഷിക്കരുത് ഒരിക്കലും. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന യാത്രകളിൽ കൂടിയാണ്. എനിക്ക് ആ മോളെയും കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യണം. എത്രത്തോളം എന്നെ കൊണ്ടുപോകാൻ പറ്റുന്നു, എന്നെ കൊണ്ടുപോകാൻ പറ്റുന്നു അത്രയും കാലം ഞാൻ അവളെയും കൊണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ നടക്കും. എനിക്ക് ആരോടും പെർമിഷൻ ചോദിക്കേണ്ട. എൻ്റെ കുഞ്ഞിനെ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണോ കരുതി കൂട്ടിയത് അതെല്ലാം ഞാൻ അവൾക്ക് വേണ്ടി തന്നെ ചിലവാക്കി തീർത്തുകൊണ്ടേയിരിക്കും. അതിലാർക്കും ചോദിക്കാനോ പറയാനോ ആവശ്യമില്ല. ഞാനെന്ന് പറയുന്ന അമ്മയ്ക്ക് എൻ്റെ കുഞ്ഞിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അത്രയും അവളുടെ സന്തോഷമാണ്. അല്ല നമ്മൾ കുറേ സ്വർണ്ണം ഉണ്ടാക്കി കൂട്ടി വെച്ച് നാളെ 20 വർഷം കഴിഞ്ഞ് മോളെ കെട്ടിച്ച് വിട്ട് അതിൽ കൂടെ അവസാനം പിറ്റേ ദിവസം വല്ലവൻ്റെയും അടിയും കൊണ്ട് പുളിയും കൊണ്ട് നമ്മുടെ കുഞ്ഞ് നമ്മളെ മുമ്പിൽ വന്നിരുന്ന് കരയുന്നതിനെക്കാട്ടും നല്ലതല്ലേ കുറേ സന്തോഷം നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത്. ഞാൻ പറയുന്നത് തെറ്റായിട്ട് ധരിക്കുന്നവർ തെറ്റാക്കി ധരിച്ചോട്ടെ, എനിക്കാരെയും പേടിയൊന്നുമില്ല. പക്ഷേ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയണേ, എത്രത്തോളം സന്തോഷകരമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നു അതൊക്കെ ഈ യാത്രകളിലും നമുക്കിഷ്ടമുള്ള എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതത്രയും ചെയ്യുക. ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഇന്നത്തെ കാലത്തില്ല. നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കുക, നമ്മളിൽ സന്തോഷം കണ്ടെത്തുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. നമ്മുടെ അമ്മയും അച്ഛനൊക്കെ നമുക്ക് വേണ്ടി ശരിക്കും സമ്പാദിച്ചും കൂട്ടിയൊക്കെ വെച്ചിരുന്നു. ആ കാലം പോയി. നമ്മളെ പഠിപ്പിച്ചതാണ് അന്നത്തെ കാലത്ത് സമ്പാദ്യശീലം വേണം. സമ്പാദ്യശീലം ആവശ്യത്തിന് മതി.
ബാക്കി കോവിഡ് കഴിഞ്ഞ ശേഷം ബോണസാണ് എല്ലാവരുടെയും ലൈഫും. ഇപ്പോൾ കാണുന്ന അരമണിക്കൂർ തികയും മുമ്പേ അറിയുന്നത് മരണമാണ്. അതിനെക്കാട്ടും നല്ലത് ഈ കിട്ടുന്ന ഓരോ നിമിഷത്തെയും നമ്മൾ ഏറ്റവും ഹാപ്പി ആയിട്ട് കൊണ്ട് നടക്കുക, നമ്മളെ മക്കളെ ഹാപ്പിയാക്കി കൊണ്ട് നടക്കുക. നമ്മളിൽ നിന്നാണ് നമ്മുടെ മക്കൾ ഓരോ പാഠവും പഠിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് മാക്സിമം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ട്രാവലിങ്, അത് നമ്മളായിട്ട് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അവർ ഒരിക്കലും ഒരു കള്ളത്തിനും നമ്മുടെ മുന്നിൽ കാണിക്കത്തില്ല. ബാക്കിയൊക്കെ വിധി പോലെ അങ്ങ് നടക്കേണ്ടത് നടക്കും എന്ന് വിചാരിക്കാവോ. അതിൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷങ്ങളെ നിങ്ങൾ ആസ്വദിക്കുക. സ്വയം നമ്മളെ സ്നേഹിക്കാൻ ആദ്യം പഠിക്കുക. നമ്മുടെ ആരോഗ്യം നോക്കുക. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോവേണ്ടത്. അല്ലാണ്ട് നമ്മൾ ചുമ്മാ ഒന്നിൻ്റെ പുറകെ ഓടിയിട്ടോ എന്ത് ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല. ഞാനിപ്പോൾ മലേഷ്യ പോയി, സിംഗപ്പൂർ പോയി. അടുത്ത യാത്ര 3 മാസത്തിനുള്ളിൽ ഞങ്ങൾ ദുബായ്, മലേഷ്യ, സിംഗപ്പൂർ പോയി. ഇനി അടുത്ത പ്ലാൻ വിയറ്റ്നാം, ഇങ്ങനെ ഓരോന്ന് ചൈന, ഇങ്ങനെ ഓരോന്നും പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് നടക്കുന്നത്. പക്ഷേ എനിക്കറിയാം ലൈഫിൽ ഒന്നുമില്ല. നമ്മൾ എന്ത് കരുതുന്നു, എന്ത് കാണുന്നു, നാളെ ഇതൊക്കെ നടക്കുന്നു, ഒരിക്കലും നിങ്ങൾ ആരും പ്രതീക്ഷിച്ചല്ല പോകുന്നത്. ഇന്ന് കാണുന്ന മനുഷ്യരെ ആരും നാളെ നമ്മൾ കാണുന്നില്ല. മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാൻ ഇടയാക്കാത്ത ഒരു സാഹചര്യത്തിൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. ആരുടെ മുന്നിലും കൈനീട്ടി നമുക്ക് ജീവിക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് നമ്മൾ പോവാതെ ബാക്കിയുള്ളത് കൊണ്ട് വെച്ച് സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുക. മറ്റുള്ളവരുടെ ലൈഫിനകത്ത് കയറി ഇൻ്റർഫിയർ ചെയ്യാനും പോകാതെ നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ചിരിച്ച് സന്തോഷത്തോടെ കാണിക്കുക. അവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. സ്വയം നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക. ആരോടും പോയി എനിക്ക് വേണ്ടി അത് ചെയ്തു തരുമോ, ഇത് ചെയ്തു തരുമോ എന്ന് ചോദിക്കാതെ ഇരിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ലൈഫിൽ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹാപ്പിയായിട്ട് ജീവിക്കുക.